ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനത്തെ സംബന്ധിച്ച് നിർണായകമായ നടപടിയുമായിട്ടാണ് ഹൈക്കോടതി വന്നിട്ടുള്ളത്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അധികാരം റദ്ദാക്കി എന്നുള്ളതാണ് ഇന്നലത്തെ പത്രമാധ്യമങ്ങളിൽ കൂടെയുള്ള വാർത്തകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ക്ലർക്ക് ഉൾപ്പെടെയുള്ള, അതായത് ഗുരുവായൂർ ദേവസ്വത്തിലെ ക്ലർക്ക് ഉൾപ്പെടെയുള്ള 38 തസ്തികകളിലേക്ക് KDRB മാസങ്ങൾക്ക് മുമ്പ് പുറത്തിറക്കിയ വിജ്ഞാപനം ആണ് റദ്ദാക്കും. ഇത് KDRB ഇതിനോടകം നടത്തിയ നിയമനങ്ങളെ ഉത്തരവ് ബാധിക്കില്ല എന്നുള്ളതുമാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനങ്ങളിൽ ഇടപെട്ട ഹൈക്കോടതി നിയമനത്തില് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അധികാരം, അതായത് നിലവില് നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആണ് അല്ലെ, KDRB വഴിയാണ് നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ പ്രസ്തുത അധികാരം, ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അധികാരം റദ്ദാക്കി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ നിർണായകമായ നടപടി. നിയമനത്തിനുള്ള അധികാരം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിക്ക് നൽകുകയും ചെയ്തു. അപ്പോൾ നിയമനത്തിലുള്ള നിലവിലെ വിജ്ഞാപനങ്ങൾ റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അപ്പോൾ നിയമനങ്ങളിൽ ഈ സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് 3 അംഗ മേൽനോട്ട സമിതിയും ഹൈക്കോടതി നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മേൽനോട്ടത്തിനും നിയന്ത്രണത്തിനുമായി രൂപീകരിച്ച പ്രത്യേക സമിതിയുടെ കാലാവധി 1 വർഷത്തേക്ക് ആയിരിക്കും. അതേസമയം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നടന്ന നിയമനങ്ങളെ ഈ വിധി ബാധിക്കില്ലെന്നും അവർക്ക് ജോലിയിൽ തുടരാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനങ്ങളൊക്കെ നടത്താൻ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ, അതായത് KDRBക്കാണ് അധികാരമില്ലെന്നും ഹൈക്കോടതി ഉത്തരവില് വ്യക്തമാക്കിയത്. അപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിലെ വിവിധ തസ്തികകളിലേക്ക് ദേവസ്വത്തിന് കീഴിലുള്ള എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തസ്തികകളിലേക്കും ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് അനുമതി നൽകുന്ന KDRB സെക്ഷൻ 9 നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അധികാരം ഹൈക്കോടതി റദ്ദാക്കിയത്. ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ നൽകിയ ഹർജിയിലാണ് ഈ കോടതിയുടെ ഉത്തരവ്. ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനം നടത്താനുള്ള അധികാരം ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിക്കാണെന്ന് കോടതി വ്യക്തമാക്കി. അപ്പോൾ ഇതിന്റെ ഈ ഉത്തരവ് പ്രകാരം ഗുരുവായൂർ ദേവസ്വത്തിലെ ക്ലർക്ക് ഉൾപ്പെടെയുള്ള 38 തസ്തികകളിലേക്ക് KDRB മാസങ്ങൾക്ക് മുമ്പ് പുറത്തിറക്കിയ വിജ്ഞാപനം റദ്ദാക്കും. അതുപോലെ തന്നെ KDRB ഇതിനോടകം നടത്തിയ നിയമനങ്ങള് ഉത്തരവ് ബാധിക്കില്ല. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ആശങ്ക നൽകുന്ന ഒരു വിധിയായിട്ടാണ് ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ, ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുകയുണ്ടായി. സാറേ, അപ്പോൾ എന്താണ് ഇനി ഉണ്ടാവുന്ന തുടർ നടപടികൾ? ഇതിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് ധാരാളം ഉദ്യോഗാർത്ഥികൾ പലതരത്തിലുള്ള ആശങ്ക ഉയർത്തിക്കൊണ്ട് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ നിയമനങ്ങളൊക്കെ തന്നെ നടത്തുന്നതിനുള്ള അധികാരത്തെ സംബന്ധിച്ചും കൃത്യമായിട്ടും വ്യക്തമായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവില് പറയുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള ബാക്കിയുള്ള തുടർ നടപടികളൊക്കെ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ഉദ്യോഗാർത്ഥികളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനത്തെ സംബന്ധിച്ച് നിർണായക നടപടിയുമായിട്ടാണ് ഹൈക്കോടതി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അധികാരം റദ്ദാക്കി എന്നുള്ളതാണ് ഇതിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇനിയുള്ള തുടർ നടപടികളെ സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ നമുക്ക് മുമ്പോട്ടുള്ള ദിവസങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകൾക്കെല്ലാം തന്നെ വിരാമം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ എല്ലാത്തിനും ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ വ്യക്തമായ ധാരണയിൽ ഉടൻ തന്നെ എത്താൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.